തിരുവനന്തപുരത്ത് ശശി തരൂർ ജയിക്കാൻ സാധ്യത എന്ന് CPI-യിൽ നിന്ന് പരസ്യ പ്രതികരണം. BJP വിജയിക്കുമെന്ന ഭയം ന്യൂനപക്ഷ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എങ്കിൽ തിരുവനന്തപുരത്ത് ശശി തരൂർ ജയിക്കുമെന്ന് മന്ത്രി GR അനിൽ മാതൃഭൂമി ന്യൂസിനോട്. തരൂർ ഒന്നും ചെയ്തില്ലെന്ന BJP-യുടെ PR വർക്ക് ചർച്ചയായെന്ന കോൺഗ്രസിന്റെ തുറന്നുപറച്ചിൽ. CPM-കാർ പന്നീനെ ചതിച്ചില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്ന BJP. തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ്റെ വിജയത്തിനായി ചുക്കാൻ പിടിച്ച മന്ത്രി GR അനിൽ എക്സിറ്റ് പോൾ ഫലം കണ്ട് ഞെട്ടിക്കാണുമോ? കണ്ടു തന്നെ ചോദിക്കാം. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ വിജയിക്കില്ല എന്ന് എക്സിറ്റ് പോൾ ഫലം ഞെട്ടിച്ചോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരു നേരിയ വ്യത്യാസത്തിൽ നമ്മൾ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഈ BJP വിജയിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലം യാഥാർത്ഥ്യമായാൽ ഒരു ഞെട്ടലുണ്ടാവില്ലേ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ? കേരളത്തിൽ ഒരു സീറ്റും BJP വിജയിക്കില്ല. മത്സരം LDF UDF തന്നെയായിരുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ BJP രാജ്യമൊട്ടാകെ നടക്കുന്ന പ്രചരണത്തിൻ്റെ ഭാഗമായി കേരളത്തിലും വിജയിക്കും, തിരുവനന്തപുരത്ത് വിജയിക്കുമെന്നുള്ള ഭീതി ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ശശി തരൂരിന് അനുകൂലമായ ഒരു ഘടകം ഉണ്ടാവുകയുള്ളൂ. രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനം എത്രാമതായിരിക്കും മന്ത്രിയുടെ കണക്കൂട്ടലിൽ? മൂന്നാമതാകാനാണ് സാധ്യത. തിരുവനന്തപുരത്ത് ഒന്നല്ല 2 സീറ്റ് നേടി അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ ഫലം BJP നേതാക്കളെ ഞെട്ടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 2 സീറ്റാണ്, തിരുവനന്തപുരവും ആറ്റിങ്ങലും. രണ്ടും ജയിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം. ഒന്ന് തൊട്ട് നോക്കണോ? സ്വപ്നമല്ല, ഞങ്ങൾ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ദിവസമാണ് നാളത്തെ ദിവസം. ഞെട്ടലില്ല, ഞങ്ങൾ ജയിക്കും എന്നുള്ള അതിൻ്റെ പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നാളത്തെ ദിവസം ഞങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക, മാനസികമായി സംഘർഷം ഉണ്ടാക്കുന്ന ദിവസം തന്നെയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ടിരിക്കുന്ന ശശി തരൂരിനെ ആർക്ക് തോൽപ്പിക്കാൻ സാധിക്കും എന്നതിൻ്റെ ഉത്തരമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ 3 സ്ഥാനത്തായിരിക്കുന്നതാണ്. അതായിരിക്കുമോ സത്യം? പന്ന്യൻ രവീന്ദ്രനെ CPM-കാർ തേച്ച് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വൻപിച്ച ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരത്ത് ജയിക്കും. ശശി തരൂർ എന്ന വൻമരം വീഴുമോ, ആടി ഉലയുമോ, അതോ അങ്ങനെ തന്നെ നിലനിൽക്കുമോ? അടുത്ത അനുയായി KS ശബരിനാഥൻ പറയട്ടെ. ശശി തരൂർ എന്ന വൻമരം പൂത്തുലഞ്ഞ് തന്നെ തിരുവനന്തപുരത്ത് നാളെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് തന്നെയുണ്ട്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ചാനൽ നടത്തിയിട്ടുള്ള അഭിപ്രായ സർവേയിൽ പോലും UDF തോൽക്കുമെന്ന് പറയുന്നില്ല. സിറ്റി മേഖലകൾ നമ്മൾ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കും. തീരദേശ മേഖലകളിലും ഗ്രാമീണ മേഖലയിലും നല്ല മുന്നേറ്റം ഉണ്ടാകും. നേമത്ത് പോലും BJP-യുടെ കഴിഞ്ഞ തവണത്തെ 12,000-ന്റെ ലീഡ് ഉണ്ടാവില്ല. ഈ കഴിഞ്ഞ 15 വർഷക്കാലം ശശി തരൂർ മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ല എന്നൊരു ക്യാമ്പയിനായിരുന്നു BJP ഉയർത്തിയത്. വലിയ PR ഏജൻസി 3 കോടി രൂപ ചെലവാക്കിയാണ് BJP സ്ഥാനത്ത് ലാൻഡ് ചെയ്തത്. ആ ലാൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് MP എന്ത് ചെയ്തു ചെയ്തില്ല എന്നുള്ളൊരു വിഷയം ചർച്ചയാക്കാൻ BJP-യോടെ പറ്റിയെന്നുള്ള വാസ്തവമാണ്. ഉറപ്പായിട്ട് ഒരു 5% കൂടുതലുള്ള ഒരു വോട്ട് മാർജിനിൽ ഉറപ്പായിട്ട് അദ്ദേഹം വിജയിക്കും. എക്സിറ്റ് പോൾ ഫലങ്ങളെ അംഗീകരിക്കുന്നവരും തള്ളുന്നവരും പരസ്യമായി ആഹ്ലാദ പ്രകടനമോ ആശങ്കയോ പ്രകടിപ്പിക്കുന്നില്ല. കാരണം നാളെ ഈ സമയം എല്ലാത്തിനും ഒരു തീരുമാനമാകും. ക്യാമറമാൻ അനൂപിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.